ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഉള്ളിലെത്തുന്ന ഒരാൾക്ക് ഒരു മാനസിക മാറ്റത്തിന് വിധേയനാകേണ്ടതുണ്ട് എന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് പഴയ ജീവിത രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിത രീതി അയാൾ നയിക്കേണ്ടതുണ്ട്. അത് വളരെ എളുപ്പത്തിൽ ഒരാൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതല്ല, ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നതല്ല. ഈവൻച്വലി അല്ലെങ്കിൽ പോകെ പോകെ ഓരോ ദിവസം തോറും ആ, കൈവരുന്ന ഒരു ടാസ്ക്കാണ്, അല്ലെങ്കിൽ കൈവരുന്ന ഒരു സിദ്ധിയാണ് ജീവിതത്തെ കൈകാര്യം ചെയ്യുന്ന, അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഉള്ളിൽ വന്നതിന് ശേഷം ജീവിതത്തെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യത്തിലുള്ള ഈ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് 12 പടികൾ ചെയ്തു കഴിയുന്ന ഒരാൾക്ക് ഒരു സത്യം മനസ്സിലാകും. മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റിലൂടെ മാത്രമേ എനിക്ക് ഈ മദ്യപാനത്തിൽ നിന്ന് മാറി നിൽക്കാൻ, അല്ലെങ്കിൽ മദ്യാസക്തിയിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കൂ എന്നുള്ള സത്യം അയാൾ മനസ്സിലാക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാവുകയും ചെയ്യും. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഉള്ളിൽ വരുന്ന ഒരാൾക്ക് ഒരു അനുസരണ ഉണ്ട്, കൈവരുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഒന്നാം പാരമ്പര്യം, നമ്മുടെ ഐക്യം നിലനിർത്തണം എന്നുള്ള ഒരാശയം, അതൊക്കെ സ്വാഭാവികമായിട്ട് അംഗത്തിന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നതാണ്. ഐക്യത്തിൽ നിലനിന്നാൽ മാത്രമേ വ്യക്തിപരമായിട്ടുള്ള എൻ്റെ മോചനം സാധ്യമാകൂ എന്ന് ചിന്തിക്കുമ്പോൾ ചില വിട്ടുവീഴ്ചകൾക്ക് ഈ പാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾ തയ്യാറാകും. ചിലർ വളരെ പെട്ടെന്ന് തന്നെ പല ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കും. ചിലർ വളരെ സാവധാനമായിരിക്കും ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. പ്രത്യേകിച്ച് കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം, ജോലി സ്ഥലങ്ങളിലെ ഉത്തരവാദിത്തം, നമ്മുടെ കൂട്ടുകാരോടും സമൂഹത്തിലുള്ള ഉത്തരവാദിത്തം. ഇപ്പോൾ ഒരു വേ ഓഫ് ലൈഫ്, അല്ലെങ്കിൽ ജീവിത രീതി മെനഞ്ഞെടുക്കാനായിട്ടാണ് ഓരോ അംഗവും ശ്രമിക്കുന്നത്. അതിനെ സഹായിക്കുന്നതാണ് മീറ്റിങ്ങുകൾ. ഇപ്പോൾ ഇത് നിരന്തരമായിട്ടുള്ള മീറ്റിങ്ങിലൂടെയുള്ള സഞ്ചാരം. അതുകൂടാതെ സ്പോൺസർമാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഇപ്പോൾ ഒരു നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിൽ പോയാലും അവിടെയും ഒരു സ്പോൺസറെ കണ്ടെത്താനുള്ള ആ മനോഭാവം, കൂടാതെ മറ്റ് അംഗങ്ങളുമായിട്ട് നിരന്തരമായിട്ടുള്ള ബന്ധങ്ങൾ നിലനിർത്താൻ, ആരുമായിട്ട് ബന്ധമറ്റു പോകാതെ ബന്ധങ്ങൾ നിലനിർത്താനുള്ള ഒരു മനോഭാവം, കുടിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ േക്കാളും വ്യത്യസ്തമായിട്ടുള്ള ഇത്തരം മനോഭാവങ്ങളിലേക്ക് ഒരാൾ കടന്നു വരുമ്പോഴാണ് അദ്ദേഹത്തിന് ഈ ദി ആർച്ച് ഓഫ് ദ ഫ്രീഡം എന്ന് പറയുന്ന ഈ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഈ വാതിലൂടെ കടന്നു പോകാൻ സാധിക്കുക. ഇപ്പോൾ മനുഷ്യരിലുള്ള ആശ്രയത്വം വിട്ടുകൊണ്ട് ഉന്നത ശക്തിയിലേക്കുള്ള ഒരു ആശ്രയത്വത്തിലേക്ക് എത്തുക എന്നുള്ള ഒരു അംഗത്തിൻ്റെ ചുമതലയാണ് ഈ വേ ഓഫ് ലൈഫിൽ നമുക്ക് കിട്ടുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ABC പറയുന്നുണ്ട്, എന്നെ സുബോധവാനാക്കാൻ ഒരു മനുഷ്യശക്തിക്കും കഴിയുമായിരുന്നില്ല. അപ്പോൾ മനുഷ്യന്മാരെ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കാൻ, അല്ലെങ്കിൽ ഒരു സ്പിരിച്വാലിറ്റിയിൽ ആശ്രയിക്കാനായിട്ട് ഓരോ അംഗവും തയ്യാറാവുകയാണ്. മനുഷ്യന്മാരിൽ ആശ്രയിച്ചപ്പോഴൊക്കെ കുറേയൊക്കെ വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും കൂടുതലും പരാജയങ്ങളായിരുന്നു. കാരണം നമ്മൾ അവരെ കൂടുതൽ ആശ്രയിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മളെ കൈവിട്ട് അവർ പോവുകയും നമ്മൾ കൂടുതൽ നിരാശയിലേക്കും കൂടുതൽ ഒരു സമാധാനമില്ലായ്മയിലേക്കും കടന്നു പോവുകയാണ് ചെയ്തത്. ഒന്നാം പടിയിൽ 12 12 പടികളും 12 പാരമ്പര്യത്തിൽ പേജ് നമ്പർ 21 ഒരു കാര്യം പറയുന്നുണ്ട്. യിൽ പ്രവേശിക്കുന്നതോടുകൂടി ഞങ്ങൾ ഒരു പരിപൂർണ നാണക്കേടിനെ മറ്റൊരു കാഴ്ചപ്പാടിലൂടെ കാണുന്നു. പരിപൂർണ പരാജയത്തിലൂടെ മാത്രമേ കരുത്തിലേക്കും മുക്തിയിലേക്കുമുള്ള ആദ്യ പടവുകൾ കയറാൻ ഞങ്ങൾക്ക് കഴിയൂ എന്ന് നാം മനസ്സിലാക്കുന്നു. നമ്മുടെ സ്വകാര്യ ശക്തിഹീനതകളുടെ സമ്മതം ആത്യന്തികമായി സന്തുഷ്ടവും ഉദ്ദേശ ലക്ഷ്യങ്ങൾ നിറഞ്ഞതുമായ ജീവിതങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനാവശ്യമായ ഉറച്ച അടിത്തറയായി മാറുന്നു. ഇവിടെ നമ്മുടെ ഫൗണ്ടേഷൻ നമ്മൾ കണ്ടെത്തുകയാണ്. അപ്പോൾ ഈ അടിത്തട്ട് സമ്മതിക്കുന്ന, അല്ലെങ്കിൽ ബെഡ് റോക്ക് എന്ന് പറയും, ഈ അടിത്തട്ട് എന്ന് പറയുന്നത് എൻ്റെ ശക്തിഹീനത സമ്മതിക്കുകയും എൻ്റെ ജീവിതം അനിയന്ത്രിതമായി സമ്മതിക്കുകയും ചെയ്യുന്ന ഒരംഗത്തിന് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ മൂലധനം, അല്ലെങ്കിൽ ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു അടിത്തറ. അപ്പോൾ പിന്നീട് പറയുന്ന പാരഗ്രാഫിൽ പറയുന്ന ഒന്നാം പടിയിൽ തന്നെ പറയുന്നതാണ്, യിൽ ചേരുന്ന ഏതൊരു മദ്യപാനിയും അയാൾ ആദ്യം തൻ്റെ നശീകരണ ദൗർബല്യത്തെയും അതിൻ്റെ പരിണത ഫലങ്ങളെയും അംഗീകരിക്കാത്തിടത്തോളം അയാൾക്ക് ഒരു നന്മയും കൈവരുന്നില്ല എന്ന് നമുക്കറിയാം. അയാൾ ഇപ്രകാരം വിനയാന്യതനാകാതെ അയാളുടെ സുബോധാവസ്ഥ അങ്ങനെയൊന്നുണ്ടെങ്കിൽ അത് അപകടാവസ്ഥയിലുമായിരിക്കും. യഥാർത്ഥ സന്തോഷം അയാൾ ഒരിക്കലും കണ്ടെത്തുകയില്ല.
ജീവിതത്തിൻ്റെ വസ്തുതകളിൽ ഒന്നാണിത്. അപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിൽ വരുന്ന ഒരാള് വിനയാന്വിതനും എളിമയുള്ളവനും ഈ പറയുന്ന രീതിയിൽ എൻ്റെ ജീവിതം ത്തില് മദ്യം ഒരു നശീകരണ ദൗർബല്യമാണ്, അത് മദ്യപാനം ഒരു നശീകരണ ദൗർബല്യമാണ്, അതിൻ്റെ പരിണത ഫലങ്ങൾ ഒക്കെ ജീവിതത്തിൽ എഴുതി തയ്യാറാക്കുകയോ ചിന്തിക്കുകയോ ഒക്കെ ചെയ്ത് സ്പോൺസറുടെ സഹായത്തിൽ ചിന്തിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അയാൾ എടുക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് വരുമ്പോൾ മാത്രമാണ് ശരിയായ ഒരു സുബോധാവസ്ഥ അയാൾക്ക് കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ ശരിയായ സന്തോഷം, അല്ലെങ്കിൽ ഈ ഫ്രീഡം ഓഫ് ആർച്ച് എന്ന് പറയുന്ന ഈ സ്വാതന്ത്ര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഹാപ്പിനെസ്സിൻ്റെയൊക്കെ ഒരു ആനന്ദത്തിൻ്റെയും ആനന്ദം, സന്തോഷം, സ്വാതന്ത്ര്യം എന്നാണ് ആ ഫ്രീഡത്തിൻ്റെ പേര്. അപ്പോൾ ആ ആർച്ചിൻ്റെ പേര്. അപ്പോൾ ആ സന്തോഷത്തിലേക്ക് കടന്നു വരണമെങ്കിൽ അദ്ദേഹം ഇങ്ങനെ ചെയ്യേണ്ടതുണ്ട്. അപ്പം ഈ ആർച്ച് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ആത്മീയമായിട്ട് ചിന്തിക്കുന്ന ഒരു കൺസെപ്റ്റാണ്, അല്ലെങ്കിൽ ആശയമാണ്. അതല്ലാതെ മദ്യപാനത്തിൽ നിന്ന് മാത്രം വിടുതൽ നേടുന്ന ഒരാളിലേക്ക് കൊടുക്കുന്നതല്ല ഈ ഫ്രീഡം. ഈ ഫ്രീഡം, അല്ലെങ്കിൽ പറയുന്ന ഫ്രീഡം എന്ന് പറയുന്നത് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു അവേക്കനിങ്ങിന് ഒരു മനുഷ്യനെ സഹായിക്കുന്ന ഇതിന് വേണ്ടിയിട്ട് ഒരു കൺസെപ്റ്റ് തരുന്നു എന്നുള്ള, ഈ ഒരു ആർച്ചിൻ്റെ ഒരു കൺസെപ്റ്റ് തരുന്നു എന്നുള്ളൂ. അതായത് പണ്ടത്തെ ജീവിതത്തിൽ നിന്ന് കടന്നു വരുന്ന ഒരാൾ ഈ ആർച്ചിലൂടെ കടന്നു പോകണമെന്നാണ്. അതായത് എൻ്റെ നശീകരണ ദൗർബല്യമായ മദ്യാസക്തിയെ അംഗീകരിക്കുകയും അതിൻ്റെ പരിണത ഫലങ്ങൾ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുകയും അടുത്ത കുടിയിലേക്ക് നീങ്ങാതെ വീണ്ടും രണ്ടാം പടിയായിട്ടുള്ള ഉന്നത ശക്തിയിലേക്ക് ആശ്രയിക്കാനായിട്ട് ഞാൻ തയ്യാറാവുകയും ചെയ്യണം. അപ്പോൾ ബില്ല് എബി താച്ചറിൻ്റെ വരവിനെ പറ്റി ബില്ലിൻ്റെ കഥയിൽ പറയുന്ന 11-ാമത്തെ പേജും 11-ാമത്തെ പേജ് ആദ്യം വായിച്ചപ്പോൾ 12-ാമത്തെ പേജിൽ ഒരു കാര്യം പറയുന്നുണ്ട്. നിന്റെ തന്നെ ധാരണയിലുള്ള ദൈവത്തെ എന്തുകൊണ്ട് നിനക്ക് തിരഞ്ഞെടുത്തുകൂടാ? അത് ബിൽ ഡബ്ല്യുവിനോട് എബി താച്ചർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ആ പ്രസ്താവന ബില്ലിനെ കാര്യമായിട്ട് സ്പർശിച്ചു. അത് ഭൗതികമായ മഞ്ഞുമലയുടെ തണലിലാണോ വർഷങ്ങളായി ഞാൻ ജീവിക്കുകയും വിറയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്? അതിനെ ആ പ്രസ്താവന ഉരുക്കി കളഞ്ഞു. അവസാനം ഞാൻ സൂര്യപ്രകാശത്തിൽ എത്തി നിന്നു. അപ്പോൾ എന്നേക്കാളും ഒരു മഹത്തായ ശക്തിയിൽ വിശ്വസിക്കുന്നതിൽ ആഗ്രഹമുണ്ടായിരിക്കലിൻ്റെ കാര്യം മാത്രമായിരുന്നു അത്. എൻ്റെ തുടക്കത്തിന് മറ്റൊന്നും ആവശ്യമായിരുന്നില്ല. വളർച്ച ആ ബിന്ദുവിൽ നിന്നാണ് ആരംഭിക്കാൻ കഴിഞ്ഞുവെന്ന് ഞാൻ മനസ്സിലാക്കി. പരിപൂർണമായ ആഗ്രഹത്തിൻ്റെ അടിത്തറയിന്മേൽ എൻ്റെ സ്നേഹിതരിൽ കണ്ടതുപോലെ എനിക്ക് പണിതുയർത്താൻ കഴിഞ്ഞേക്കും. അതെനിക്കുണ്ടാകുമോ? തീർച്ചയായും ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ഈ ആർച്ചിനെ പറ്റി തന്നെയാണ് ഇവിടെ, ഈ കൺസ്ട്രക്ഷനെ പറ്റി തന്നെയാണ് ബിൽ ഡബ്ല്യു അവിടെ സംസാരിക്കുന്നത്. ബിൽ ഡബ്ല്യു തുടർന്ന് പറയുന്നുണ്ട്, അദ്ദേഹത്തെ വേണ്ടുവോളം, അതായത് ദൈവത്തിന് വേണ്ടുവോളം ആവശ്യമുള്ളപ്പോൾ മനുഷ്യരായ നമ്മുടെ കാര്യത്തിൽ ദൈവം താല്പര്യമുള്ളയാളാണെന്ന് അങ്ങനെയാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. വളരെ കാലം കൊണ്ടാണെങ്കിലും ഒടുവിൽ ഞാൻ കണ്ടു, ഞാൻ അനുഭവിച്ചു, ഞാൻ വിശ്വസിച്ചു. അഹങ്കാരത്തിൻ്റെയും അടിസ്ഥാനമില്ലാത്ത മുൻവിധികളുടെയും പാടകൾ എൻ്റെ കണ്ണിൽ നിന്നും നീങ്ങി ഒരു പുതിയ ലോകം കാഴ്ചപ്പാടിലെത്തി. അപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഉള്ളിലെത്തുന്ന ഒരാൾക്ക് സംഭവിക്കുന്നതാണ് ഞാൻ കണ്ടു, ഞാൻ അനുഭവിച്ചു, ഞാൻ വിശ്വസിച്ചു. അപ്പോൾ രണ്ടാം പടിയുടെ ഒരു ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യമാണത്. അപ്പോൾ ഇതിൻ്റെ സിമൻറ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മളെ പരസ്പരം ചേർത്ത് നിർത്തുന്ന ഒരു കാര്യം, ഒരു പരിഹാരമുണ്ട് എന്ന് പറയുന്ന അധ്യായം 2 പറയുന്നുണ്ട്. അതിങ്ങനെയാണ്, സാധാരണഗതിയിൽ ഞങ്ങൾ അധികം ഇടപഴകുന്ന പ്രകൃതിക്കാരല്ല. എന്നാലും വിശദീകരിക്കാനാവാത്ത വിധം അത്ഭുതകരമായ ഒരു സഹവർത്തിത്വവും സൗഹൃദ മനോഭാവവും പരസ്പര ധാരണയും ഞങ്ങളുടെ ഇടയിലുണ്ട്. മുങ്ങി നശിപ്പിക്കുന്നതിൽ നിന്നും രക്ഷപ്പെട്ട ഒരു കപ്പലിലെ യാത്രക്കാരെ പോലെയാണ് ഞങ്ങൾ. ചുക്കാൻ പിടിക്കുന്നവൻ മുതൽ കപ്പിത്താൻ വരെ എല്ലാവരിലും സൗഹൃദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമഭാവനയുടേതുമായ ഒരു അന്തരീക്ഷം അലതല്ലുന്നു. കപ്പൽ യാത്രക്കാരുടെ ഈ മനോഭാവം ആ യാത്ര അവസാനിക്കുന്നതോടുകൂടി അസ്തമിക്കുന്നു. എന്നാൽ ഞങ്ങൾ വ്യത്യസ്തരാണ്. ഒരു അത്യാഹിതത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിലുള്ള ഞങ്ങളുടെ സന്തോഷം വിഭിന്ന ജീവിത രീതികൾ ഏർപ്പെടുമ്പോഴും മാഞ്ഞു പോകുന്നില്ല. ഒരു പുതുവിനാശത്തിൻ്റെ പങ്കാളികൾ എന്ന ചിന്തയാണ് ഞങ്ങളെ ഒന്നിപ്പിക്കുന്ന ഏറ്റവും വലിയ ഘടകങ്ങളിലൊന്ന്. അപ്പോൾ ഇവിടെയാണ് ഈ സിമെന്റിനെ പറ്റി പറയുന്നത്. ഒരു പുതുവിനാശത്തിൻ്റെ പങ്കാളികൾ എന്ന ചിന്ത, ഇതാണ് നമ്മളെ ചേർത്ത് നിർത്തുന്ന സിമെന്റ്. പക്ഷേ
ആ ഒരു ചിന്ത കൊണ്ട് മാത്രം ഇന്ന് ഞങ്ങളുടെ ഇടയിലുള്ള ദൃഢബന്ധം സ്ഥാപിച്ചെടുക്കാൻ കഴിയുമായിരുന്നില്ല. പൊതുവായ ഒരു പരിഹാരം കണ്ടെത്തി എന്നുള്ളതാണ് ഞങ്ങളുടെ ഓരോരുത്തരെയും സംബന്ധിച്ചിട്ടുള്ള വലിയൊരു സത്യം. ഏകദേശം സഹോദരങ്ങളെ പോലെ യോജിച്ച് പ്രവർത്തിക്കാനാവുന്ന സർവസമ്മതമായ ഒരു രക്ഷാമാർഗം ഞങ്ങൾക്കുണ്ട്. മദ്യപാനാസക്തി മൂലം കഷ്ടപ്പെടുന്നവർക്ക് ഈ ഗ്രന്ഥം എത്തിച്ചു കൊടുക്കുന്ന ഉത്കൃഷ്ടമായ വാർത്തയും ഇതാണ്. ഇപ്പോൾ പേജ് നമ്പർ 62 തന്നെ മൂന്നാമത്തെ പാരഗ്രാഫിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ഇപ്പോൾ നമ്മൾ മൂന്നാമത്തെ പടിയിലായിരുന്നു. തങ്ങൾ മനസ്സിലാക്കുന്ന തരത്തിലുള്ള സൃഷ്ടാവിനോട് ഞങ്ങളിൽ പലരും പറഞ്ഞു, ദൈവമേ, അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ എന്നെ പ്രവർത്തിപ്പിക്കുന്നതിനും എന്നെ സൃഷ്ടിച്ചെടുക്കുന്നതിനും വേണ്ടി ഞാൻ എന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. സ്വാർത്ഥത്തിന്റെ കെട്ടുപാടിൽ നിന്ന് എനിക്ക് മോചനം തരിക. അങ്ങനെയായാൽ അങ്ങയുടെ ഇംഗിതം ഞാൻ കൂടുതൽ ഭംഗിയായി നിറവേറ്റും. എൻ്റെ ബുദ്ധിമുട്ടുകൾ ദൂരീകരിക്കുക. അങ്ങനെയായാൽ അങ്ങയുടെ ശക്തിയും സ്നേഹവും അങ്ങയുടെ ജീവിത മാർഗദർശനവും മൂലം എനിക്ക് സഹായിക്കാൻ കഴിയുന്നവർ ഞാൻ പ്രയാസങ്ങളുടെ മേൽ വിജയം കൈവരിക്കുന്നതിന് സാക്ഷ്യം വഹിക്കും. ഞാനെപ്പോഴും അങ്ങയുടെ ആഗ്രഹം നിർവഹിക്കാൻ ഇടവരട്ടെ. ഈ പടി ജീവിതത്തിൽ പകർത്തുന്നതിന് മുമ്പ് ഞങ്ങളതിന് സജ്ജരായിരുന്നു എന്നും ഞങ്ങൾക്കൊടുവിൽ എല്ലാം സ്വയം അദ്ദേഹത്തിന് ഉപേക്ഷിക്കുവാൻ കഴിയുമെന്നും ഞങ്ങൾ ഉറപ്പുവരുത്തി. അപ്പോൾ ഈ ആർച്ചിലൂടെ സഞ്ചരിക്കുന്ന ഒരു അംഗം എടുക്കുന്ന തീരുമാനമാണ് അടുത്തതായി ഇനി അങ്ങോട്ട് ഈ ജീവിത നാടകത്തിൽ ഞങ്ങളുടെ ഡയറക്ടർ ദൈവമായിരിക്കുമെന്ന് ഞങ്ങൾ തീരുമാനമെടുത്തു. അദ്ദേഹമാണ് മുതലാളി, ഞങ്ങൾ വെറും ഏജന്റുമാർ മാത്രം. അദ്ദേഹമാണ് പിതാവ്, ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ മക്കളും. അപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്ന ഒരാൾക്കാണ് മോചനത്തിലേക്ക് നീങ്ങുന്ന ആ മൂലക്കല്ല് കൃത്യമായിട്ട് എടുത്തു വെക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആണിക്കല്ലിനെ പറ്റി വീണ്ടും മറ്റൊരു ആണിക്കല്ലിനെ പറ്റിയും പറയുന്നുണ്ട്. ആ ആണിക്കല്ലിനെ പറ്റി പറയുന്നത് പേജ് നമ്പർ 97. അപ്പോൾ ഈ ആർച്ചിൻ്റെ ഒരു സൈഡിൽ നമ്മൾ കോർണർ സ്റ്റോൺ രണ്ടാം പടി സ്ഥാപിച്ചു. ഇപ്പുറത്തെ സൈഡിൽ, ആർച്ചിൻ്റെ ഇപ്പുറത്തെ സൈഡിലുള്ള അടിക്കല്ലിന് തൊട്ടു മുകളിലത്തുള്ള കല്ല് എന്ന് പറയുന്നത് ഇതാണ്: മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ രോഗവിമോചനത്തിൻ്റെ ആണിക്കല്ല്. അപ്പോൾ ഉത്തരവാദിത്തങ്ങളൊന്നും അവഗണിക്കാതിരിക്കുകയും നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നതെന്ന് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് ഉറപ്പുവരുത്തുക. മറ്റുള്ളവരെ സഹായിക്കുക എന്നതാണ് നിങ്ങളുടെ രോഗവിമോചനത്തിൻ്റെ ആണിക്കല്ല്. വല്ലപ്പോഴും ഒരിക്കൽ ചെയ്യുന്ന ദയാപൂർവമായ ഒരു പ്രവൃത്തി മാത്രം പോരാ. വേണ്ടി വന്നാൽ ഒരു ദീനദയാലുവിനെ പോലെ നിത്യേന പ്രവർത്തിക്കുവാൻ നിങ്ങൾ സന്നദ്ധനാകണം. ഒരുപാട് ദിവസങ്ങളിലെ ഉറക്കം നഷ്ടപ്പെടൽ, നിങ്ങളുടെ ജീവിതത്തിലെ ഒരുപാട് സന്തുഷ്ട നിമിഷങ്ങളെ ബലികഴിക്കൽ, നിങ്ങളുടെ തന്നെ ജോലിയിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ എന്നൊക്കെയാണ് ഇതിനർത്ഥം. നിങ്ങളുടെ പണം, വീട് എന്നിവ പങ്കുവയ്ക്കൽ, ശോകാർത്തരായ ഭാര്യമാരെയും ബന്ധുക്കളെയും ഉപദേശിക്കൽ, പോലീസ് സ്റ്റേഷനുകളിലേക്കും ചികിത്സാലയങ്ങളിലേക്കും ആശുപത്രികളിലേക്കും ജയിലുകളിലേക്കും മറ്റ് ആതുരാലയങ്ങളിലേക്കും ഒക്കെയുള്ള ഒട്ടനവധി സന്ദർശന യാത്രകൾ എന്നിവയൊക്കെയാണ് ഇതിനർത്ഥം. രാത്രിയും പകലും ഏത് സമയത്തും നിങ്ങളുടെ ടെലിഫോൺ ബെല്ലടിച്ചേക്കാം. താൻ അവഗണിക്കപ്പെടുന്നതായി നിങ്ങളുടെ ഭാര്യ ചിലപ്പോൾ പരാതി പറഞ്ഞേക്കാം. ഒരു കുടിയൻ നിങ്ങളുടെ ഫർണിച്ചർ തല്ലിപ്പൊളിക്കുകയോ നിങ്ങളുടെ കയറ്റുപായ കത്തിക്കുകയോ ചെയ്യാം. അയാൾ അക്രമാസക്തനാണെങ്കിൽ അയാളുമായി നിങ്ങൾക്ക് ഏറ്റുമുട്ടേണ്ടി വന്നേക്കാം. ചിലപ്പോൾ നിങ്ങൾക്കൊരു ഡോക്ടറെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ചില ഉറക്കമരുന്നുകൾ നൽകേണ്ടി വന്നേക്കാം. മറ്റൊരു സമയത്ത് പോലീസിനെ ആളയക്കുകയോ ഒരു ആംബുലൻസിന് വേണ്ടി ആളെ വിടേണ്ടി വരികയോ വന്നേക്കാം. ചിലപ്പോഴൊക്കെ ഇത്തരം സ്ഥിതിവിശേഷങ്ങളെ നിങ്ങൾ നേരിടേണ്ടി വരും. 12ാം പടി പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഒരാൾക്ക് നേരിടാൻ സാധ്യതയുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്ക് പലർക്കും അറിവുള്ളതാണ്. അപ്പോൾ അതൊന്ന് സൂചിപ്പിച്ചെന്ന് മാത്രം. അപ്പോൾ ഈ ഈ നമ്മുടെ കോർണർ സ്റ്റോൺ എന്ന് പറയുന്നത് 2ാം പടിയാണ്. അത് ഇപ്പോഴത്തെ ആർച്ചിൻ്റെ ഇപ്പോഴത്തെ അടിയിൽ വരുന്നു. 12ാം പടി എന്ന് പറയുന്നത് ഇപ്പോൾ ആർച്ചിൻ്റെ ഇപ്പോഴത്തെ സൈഡിലുള്ള ആദ്യത്തെ കല്ലായിട്ട് മാറുകയാണ്. അപ്പോൾ കീ സ്റ്റോൺ നമുക്കറിയാം, ആർച്ചിൻ്റെ ഏറ്റവും മുകളിൽ ഈ രണ്ട് ഭാഗങ്ങളെയും കൂട്ടി യോജിപ്പിക്കുന്ന. അപ്പോൾ 3ാം പടിയാണ് ഈ സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്രയിൽ രണ്ട് ഭാഗങ്ങളെയും കൂട്ടി യോജിപ്പിക്കുന്ന മെയിൻ ആണിക്കല്ല്. അത് ഇളകിക്കഴിഞ്ഞാൽ മറ്റ് ആർച്ചുകളെല്ലാം, മറ്റ് കല്ലുകളെല്ലാം, അതായത് നമ്മുടെ 12ാം പടിയും അല്ലെങ്കിൽ 2ാം പടിയും 1ാം പടിയും എല്ലാം താഴെ പോകും. അപ്പോൾ അതിനെ ഫിക്സ് ചെയ്യുന്ന ഒരു ആർച്ചാണ് ദ കീ സ്റ്റോൺ എന്ന് പറയുന്നതാണ് 3ാം പടി. ഇപ്പോൾ ആൽക്കോളിക്സ് അനോണിമസിൻ്റെ ഉള്ളിൽ പലരും വരാറുണ്ട്. നമ്മൾ പറയാറുണ്ട് അഗ്നോസ്റ്റിക്സ് വരാറുണ്ട്, നാസ്തികനോ നിരീശ്വരവാദി എത്തിയസ്റ്റുകൾ വരാറുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി പറയുന്നത് അധ്യായം 4 ഒരു നാസ്തികനോ നിരീശ്വരവാദിയോ ആണെന്ന് സ്വയം കരുതുന്ന ഒരാൾക്ക് അത്തരത്തിലുള്ള അനുഭവം അസാധ്യമായിട്ടാണ് കാണപ്പെടാറുള്ളത്. പക്ഷേ
അയാൾ അതേ നിലയിൽ തുടരുക എന്നുള്ളത് വിനാശകരമാണ്. പ്രത്യേകിച്ചും പ്രതീക്ഷയറ്റ തരത്തിൽപ്പെട്ട ഒരു കുടിയനാണ് അയാളെങ്കിൽ ഒന്നുകിൽ അമിത മദ്യപാന രോഗിയെ മരിക്കാൻ വിധിക്കപ്പെടുക, അല്ലെങ്കിൽ ആത്മീയമായ അടിസ്ഥാനത്തിൽ ജീവിക്കുക. ഇവയിൽ ഒന്ന് മാത്രം മുമ്പിലുണ്ടായിരുന്ന അവസ്ഥ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് ഏറ്റവും എളുപ്പമായ ഒന്നല്ല. എന്നാൽ അത് അത്രമാത്രം ബുദ്ധിമുട്ടുള്ള ഒന്നല്ല. ആരംഭകാലത്തെ ഞങ്ങളുടെ കൂട്ടായ്മയിലെ പകുതിയോളം പേർ ശരിക്കും ഈ രീതിയിലുള്ളവരായിരുന്നു. അപ്പൊ അവിടെ പറയാണ് നമ്മുടെ ആരംഭകാലത്ത്, ആൽക്കോളിസം മിഷന്റെ ആരംഭകാലത്ത് നമ്മുടെ കൂട്ടായ്മയിലെ പകുതിയോളം പേര് ഈ അത്യസ്റ്റുകളും നാസ്തികരും അല്ലെങ്കിൽ അഗ്നോസ്റ്റിക്സും ഒക്കെ ആയിരുന്നു. പക്ഷേ ഞങ്ങൾ യഥാർത്ഥത്തിലുള്ള മദ്യപാന രോഗികളല്ല എന്ന പ്രതീക്ഷയിന്മേൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഞങ്ങളിൽ ചിലർ ആദ്യമൊക്കെ ഈ പ്രശ്നത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ആത്മീയ അടിസ്ഥാനത്തിലുള്ള ഒരു ജീവിതം പടുത്തുയർത്തിയേ പറ്റൂ, അല്ലെങ്കിൽ അപകടമാണ് എന്ന വസ്തുത ഞങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു. ഒരു പക്ഷേ നിങ്ങൾക്കും ആ വഴി മാത്രമേ ആയിരിക്കും ഉള്ളത്. എന്നാൽ ഉന്മേഷവാനായി സമാധാനിക്കൂ. ഞങ്ങളിൽ പകുതി പേരും നാസ്തികരോ നിരാശീരവാദികളോ ആണെന്ന് സ്വയം കരുതിയിരുന്നവരാണ്. നിങ്ങൾ മനസമാധാനം നഷ്ടപ്പെടേണ്ടവരാകേണ്ടെന്നാണ് ഞങ്ങളുടെ അനുഭവം കാണിക്കുന്നത്. സദാചാര നിഷ്ഠകളോ ഉത്കൃഷ്ട ജീവിത തത്വശാസ്ത്രമോ മദ്യപാനാസക്തിയെ മറികടക്കുന്നതിന് മതിയാകുമായിരുന്നുവെങ്കിൽ പലരും എത്രയോ നേരത്തെ രോഗവിമുക്തനായേനെ. എത്ര ശ്രമിച്ചിട്ടും അത്തരം നിഷ്ഠകൾക്കും തത്വങ്ങൾക്കുമൊന്നും ഞങ്ങളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന് മനസ്സിലാക്കി സദാചാര നിഷ്ഠയുള്ളവരായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഈ തത്വസംഹിതകളിൽ സമാശ്വസിപ്പിക്കുന്നവരാകാൻ അതിനായി ആഗ്രഹിക്കാനും ഞങ്ങൾക്ക് സാധിച്ചു. സത്യത്തിൽ ഞങ്ങളുടെ സർവ്വശക്തിയും ഉപയോഗിച്ച് ഈ കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ആഗ്രഹങ്ങളാൽ ശ്രദ്ധാപൂർവം നയിക്കപ്പെട്ട ഞങ്ങളുടെ മാനുഷികമായ കഴിവുകൾ അപര്യാപ്തമായിരുന്നു. അവ ദയനീയമായി പരാജയപ്പെട്ടു. വേണ്ടത്ര ശക്തിയുടെ അഭാവം അതായിരുന്നു ഞങ്ങളുടെ ഗതികൾ. അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ മാനുഷിക ശക്തികൾ കൊണ്ട് അല്ലെങ്കിൽ സദാചാര നിഷ്ഠകൾ കൊണ്ടൊക്കെ നമുക്ക് നന്നായി ജീവിക്കാമെന്ന് അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ഉന്നത ശക്തിയിലേക്ക് ഞാൻ ആശ്രയിക്കുക എന്നുള്ള ഒരു ആശയത്തിലേക്ക് കടന്നു വന്ന ഒരാൾക്കാണ് ഈ സ്വാതന്ത്ര്യത്തിലൂടെ പാതയിലേക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ നടന്നു പോകുന്ന ഒരംഗം 5-ാം പടിയിലെത്തുമ്പോൾ ആദ്യത്തെ 5 പടികൾ ശ്രദ്ധയോടെ വായിച്ചിട്ട് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് ഞങ്ങളോട് ചോദിക്കുന്നു. അതായത് ഞാൻ വായിച്ചതാണ്. എന്തുകൊണ്ടെന്നാൽ അവസാനം അതിലൂടെ സ്വതന്ത്രനായി നടക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരു കവാടം നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഞങ്ങളുടെ ശ്രമം ഉറപ്പായിരുന്നതാണോ? കല്ലുകൾ യഥാർത്ഥ സ്ഥാനത്ത് തന്നെയാണോ? അടിത്തറയിലിടേണ്ടുന്ന സിമെന്റിന്റെ കാര്യത്തിൽ ഞങ്ങൾ ലുപ്ത് കാട്ടിയിട്ടുണ്ടോ? ചരല് കൂടാതെ കുമ്മായക്കൂട്ടുകൾ ഞങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇങ്ങനെ തൃപ്തികരമായ ഉത്തരം പറയാൻ കഴിഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ 6-ാമത്തെ പടിയിലേക്ക് എത്തുന്നു. അപ്പോൾ 5 പടികളിലൂ കഴിയുന്ന ഒരാൾക്കാണ് ഈ ആർച്ചിൻ്റെ ഒരു ഫോം രൂപീകരിക്കാൻ സാധിക്കുക. പക്ഷേ പിന്നീട് വരുന്ന 4 മുതൽ 9 പടികൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ പാതയിലേക്ക് കയറി സ്വാതന്ത്ര്യം, സന്തോഷം, ആനന്ദം ഇവ അനുഭവിക്കാൻ സാധിക്കുക. നമുക്കറിയാം, ഞാൻ പറഞ്ഞു 5 പടികൾക്ക് ശേഷമാണ് ഈ പറയുന്ന ആർച്ച് ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ 4-ാം പടിയാണ് മിക്കവരും കുറച്ച് ലോങ് ടൈം എടുക്കുന്നത് ചെയ്യാനായിട്ട്. അതിനുള്ള കാരണം ബിഗ് ബുക്കിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ആദ്യമായിട്ട് ബിഗ് ബുക്കിൽ നമ്മളോട് പറയുന്നത്, ഞങ്ങൾക്കുള്ളത് നിങ്ങൾക്കും വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ലഭിക്കുന്നതിന് വേണ്ടി എത്ര ദൂരം പോകാനും നിങ്ങൾ ആഗ്രഹമുള്ളവരാണെങ്കിൽ എങ്കിൽ ചില നടപടികളെടുക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് പറയുന്നതിന് ശേഷം നമ്മളെ പറ്റിയുള്ള ഒരു മനോഭാവങ്ങളെ പറ്റിയാണ് പറയുന്നത്. ഇവയിൽ ചിലതിലൊക്കെ ഞങ്ങൾ ശങ്കിച്ചു. കുറെ കൂടി മൃദുവും എളുപ്പവുമുള്ള മാർഗം കണ്ടെത്താമെന്ന് ഞങ്ങൾ കരുതി. നമ്മളുടെ അധീനതയിലുള്ള മുഴുവൻ ആത്മാർത്ഥനും കൂടി തുടക്കം മുതൽ തന്നെ ദൃഢമനസ്കരും ഭയരഹിതരുമായിരിക്കണമെന്ന് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഞങ്ങളിൽ ചിലർ ഞങ്ങളുടെ പഴയ ആശയങ്ങൾ മുറുകെ പിടിക്കുവാൻ ശ്രമിച്ചു. ആത്യന്തികമായി ഞങ്ങൾ കീഴ്പ്പണ തയ്യാറാകുന്നവരെ ഫലം നാസ്തിയായിരുന്നു. നാം മദ്യത്തിനോടാണ് ബന്ധപ്പെടുന്ന ഓർക്കുക. സൂത്രശാലിയും ചിന്താക്കുഴപ്പമുണ്ടാക്കുന്നവനും ശക്തനുമായ മദ്യം സഹായം കൂടാതെ നമുക്ക് താങ്ങാനാവാത്തതാണ് അത്. പക്ഷേ സർവ്വവിധ ശക്തിയുള്ള ഒന്നാണ് ദൈവം. നിങ്ങളിപ്പോൾ അവനെ കണ്ടെത്താനിടവരട്ടെ. അർദ്ധ മനസ്സോടെയുള്ള ചെയ്തികൾ ഞങ്ങൾക്കൊന്നും നേടിത്തന്നില്ല. ഞങ്ങൾ വഴിത്തിരിവിലെത്തി നിൽക്കുന്നു. എല്ലാം ത്യജിച്ച് അദ്ദേഹത്തിൻ്റെ സംരക്ഷണത്തിനും സുരക്ഷയുമായി ഞങ്ങൾ യാചിച്ചു. അപ്പോൾ ഇങ്ങനെ നമ്മൾ ശങ്കിച്ച് നിൽക്കുക, ഭയപ്പെട്ട് നിൽക്കുക, അല്ലെങ്കിൽ ഈ പറയുന്ന കണ്ണിങ് ബാഫ്ലിങ് പവർഫുള്ളായിട്ടുള്ള മദ്യത്തിന് മുന്നിൽ കീഴ്പ്പെട്ടു പോവുക, ഇത്തരം അല്ലെങ്കിൽ അവസാനം നമ്മൾ പറയുന്നത് നമ്മൾ പുണ്യാളന്മാരൊന്നുമല്ല, പുരോഗതിയാണ് പറഞ്ഞിട്ടുള്ളത്, ഇത് നിർദ്ദേശങ്ങളാണ്, ഇത് ചെയ്യേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുമെങ്കിലും സി പറയുന്നത് പോലെ ദൈവത്തെ തേടിയാൽ ദൈവത്തിന് ഇതിനെ സാധിക്കുകയും രോഗശമനം വരുത്തുകയും ചെയ്യും എന്ന് മനസ്സിലാക്കിക്കൊണ്ട്
സ്വന്തം ഇച്ഛയാൽ മുന്നോട്ട് പോകുന്ന ജീവിതം വിജയകരമായിരിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ മുന്നിലൂടെയുള്ള ജീവിതത്തിന് ഒന്നാമത്തെ ആവശ്യകത എന്ന് പറയുന്നത് ഈ പറയുന്ന സെൽഫിഷ്നെസ്സിനെ വിട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ അംഗവും ജീവിക്കുമ്പോഴാണ് ഈ സ്വാതന്ത്ര്യത്തിലേക്കുള്ള പാത ലഭിക്കുന്നത്.